അങ്ങനെ വിശ്വവിജയികളായിട്ട് നമ്മുടെ ഇന്ത്യൻ ടീം ഇപ്പോൾ ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. ആരാധകരുടെ വലിയ ഒരു ആഘോഷം നമ്മൾ നേരത്തെ തന്നെ കണ്ടിരുന്നു. നമ്മൾ അതിലേക്ക് തന്നെയാണ് പോകുന്നത്. ഡൽഹിയിൽ ഇപ്പോൾ ഡൽഹി വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയിരിക്കുകയാണ്. വിശ്വ കപ്പുമായിട്ട് 2020 ടീം ജയിച്ച് നമ്മുടെ ടീം ഇന്ത്യ എത്തിയിരിക്കുകയാണ്. എല്ലാ തരത്തിലുമുള്ള ആവേശം, രാവിലെ മുതൽ തന്നെ മഴയുണ്ടായിട്ടും വലിയ തോതിലുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. അങ്ങോട്ട് ഒഴുകിയെത്തുകയായിരുന്നു ഡൽഹി വിമാനത്താവളത്തിലേക്ക്. ഇപ്പോൾ വിമാനം ഇറങ്ങി നമ്മുടെ താരങ്ങൾ, നമ്മുടെ പ്രിയ താരങ്ങൾ നമ്മുടെ സ്വന്തം മണ്ണിലേക്ക്, നമ്മുടെ രാജ്യത്തിലേക്ക് വിശ്വ കിരീടവുമായി മടങ്ങിയെത്തിയിരിക്കുകയാണ്. ആവേശത്തോടെ, ആഹ്ലാദത്തോടെ താരങ്ങളെ കാത്തിരിക്കുകയാണ്. എത്രയോ നേരമായി കാത്തിരിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും BCCI ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്ത്യൻ ടീം നമ്മുടെ മണ്ണിൽ പറന്നിറങ്ങുകയാണ്. ആ നിമിഷം കാത്തിരുന്ന, രാജ്യം ഏറെ നേരമായി കാത്തിരുന്ന ആ നിമിഷത്തിനാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞും അതുപോലെ തന്നെ പ്ലക്കാർഡുകളും ഒക്കെ ഉയർത്തിപ്പിടിച്ച് വലിയ കരഘോഷത്തോടെ അവരെ എതിരേൽക്കാനുള്ള, വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് അവിടെ കൂടി നിൽക്കുന്ന എല്ലാവരും. എല്ലാ തരത്തിലുമുള്ള ഒരുക്കങ്ങൾ, ആഹ്ലാദ പ്രകടനങ്ങൾ, അവരുടെ വലിയ തോതിലുള്ള ഓരോ മുഖത്തും സന്തോഷം നിറഞ്ഞ പുഞ്ചിരികൾ മാത്രമാണ്. ഇന്ത്യൻ ടീമിനെ നേരിൽ കാണുക, ട്രോഫിയുമായി വിശ്വ കിരീടം ജയിച്ചു വന്ന അവർക്ക് വേണ്ടിയിട്ട് കയ്യടിയോടെ, കരഘോഷത്തോടെ അവരെ ആഹ്ലാദത്തോടെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ ഓൾറെഡി നടത്തി കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ ടീം നമ്മുടെ മണ്ണിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. വിശ്വ കിരീടവുമായിട്ടുള്ള അവരുടെ വരവ് കാത്തിരുന്ന് കനത്ത മഴയും അവഗണിച്ച് എത്രയോ നേരമായി കാത്തിരിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും സുരക്ഷയും എല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ കാണികൾ ആവേശത്തോടെ അതിര് വിടുമോ എന്നുള്ള ഒരു സംശയമൊക്കെ അവർക്ക് ഉണ്ടായിരിക്കാം. എല്ലാ തരത്തിലുള്ള സുരക്ഷയും സന്നാഹങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ടീം നമ്മുടെ മണ്ണിലേക്ക് പറന്നിറങ്ങുകയാണ് വിശ്വ കിരീടവുമായി. ബാലു, അങ്ങനെ അഭിമാന മുഹൂർത്തത്തിലേക്ക് നമ്മൾ നടന്നെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ ഇന്ത്യൻ ടീം നമ്മുടെ ആ കപ്പ് പിടിച്ച് അവരെ കാണുക എന്നുള്ള ആ ഒരൊറ്റ നിമിഷത്തിന് വേണ്ടി എത്രയോ നേരമായിട്ടല്ലേ നമ്മുടെ ആരാധകരൊക്കെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ കാത്തിരിക്കുകയാണ്, രാജ്യം കാത്തിരിക്കുകയാണ്. അവരെത്തിയോ, ഇറങ്ങിയോ? അങ്ങനെ 2020 ലോകകപ്പ് ജയിച്ച് നമ്മുടെ ടീം ഇന്ത്യ ഡൽഹി വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയിരിക്കുകയാണ്. വലിയ ആവേശത്തോടെ അവിടെ ആരാധകർ കാത്തിരിപ്പുണ്ട്. ടീം ഇന്ത്യ കപ്പ് ജയിച്ച് വന്നിരിക്കുകയാണ്. ഈ ലോകം കീഴടക്കി 2020 ലോകകപ്പുമായി അവരുടെ വരവ് കാത്തിരിക്കുകയാണ്. എന്തായാലും വിമാനത്താവളത്തിൽ അവർ എത്തിയിട്ടുണ്ട്. ബാലു റെഡിയാണെന്നാണ് ഞാൻ കരുതുന്നത്. ബാലു, ഒരുപക്ഷെ എത്രയോ നേരമായിട്ടുള്ള കാത്തിരിപ്പിനാണല്ലേ അവസാനമായിരിക്കുന്നത്. ടീം ഇന്ത്യ കപ്പുമായി പറന്നിറങ്ങി നമ്മുടെ മണ്ണിലെത്തിയല്ലേ? അത് അല്പസമയം മുമ്പ് ഈ പ്രത്യേക വിമാനം ഈ ബാർബഡോസിൽ നിന്ന് ഇന്നലെ പറന്നുയർന്ന വിമാനം അല്പസമയം മുമ്പ് ഡൽഹി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ താരങ്ങൾ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം ഏതാനും നിമിഷങ്ങൾക്ക് ഉള്ളിൽ തന്നെ ഈ വിമാനത്താവളത്തിന് പുറത്തേക്ക് വരുമെന്നാണ് കരുതപ്പെടുന്നത്. വിമാനത്താവളത്തിൽ താരങ്ങൾക്ക് സ്വീകരിക്കുന്നതിനായുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ വിമാനത്താവളത്തിന്റെ പുറത്തേക്ക് വരുന്ന താരങ്ങൾ ഡൽഹിയിലെ ITC മൗര്യ ഹോട്ടലിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് 9:30 നിലവിൽ അറിയിച്ചിരിക്കുന്നത് പ്രകാരം 9:30 ക്രിക്കറ്റ് താരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോകുന്നതായിരിക്കും. ഈ താരങ്ങൾ ഇന്ന് പ്രാതൽ കഴിക്കുന്നത് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ക്രിക്കറ്റ് താരങ്ങൾ ഈ മുംബൈയിലേക്ക് തിരിക്കുന്നത്. ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ ഈ താരങ്ങളെ വരവേൽക്കുന്നതിനായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ രാവിലെ മഴയുണ്ടായിരുന്നു. ആ മഴയൊക്കെ അവഗണിച്ച് നിരവധി പേരാണ്, നൂറുകണക്കിന് പേരാണ് ഇപ്പോൾ ഈ താരങ്ങളെ സ്വീകരിക്കുന്നതിനായി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ ഈ താരങ്ങളെ ഈ പ്രത്യേക സ്വീകരണ പരിപാടികളൊന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഈ താരങ്ങളെ ഒരു നോക്ക് കാണുന്നതിനായും ലോകകപ്പ് നേടിയ ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയ ക്രിക്കറ്റ് താരങ്ങളെ ഒരു നോക്ക് കാണുന്നതിനായി
നൂറുകണക്കിന് ആരാധകരാണ്, ക്രിക്കറ്റ് ആരാധകരാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ക്രിക്കറ്റ് താരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കരീബിയൻ ബാർബഡോസിൽ നിന്ന് ഇന്നലെ പറന്നുയർന്ന വിമാനം അല്പസമയം മുമ്പാണ് ഡൽഹി വിമാനത്താവളത്തിൽ, രാജ്യാന്തര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത്. ആ വിമാനത്തിൽ, അതായത് അതിൽ ക്രിക്കറ്റ് താരങ്ങൾ, അതുപോലെ തന്നെ ബി സി സി ഐയുടെ ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ടീമിന്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് തുടങ്ങിയവരൊക്കെ ഉണ്ട്. അവർ ഈ നടപടിക്രമങ്ങൾ, അതായത് വിമാനത്താവളത്തിൽ പൂർത്തീകരിക്കേണ്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ വഴിയിലൂടെ തന്നെ പുറത്തു വരുന്നതായിരിക്കും. ഇവിടെ നിന്ന് ഏതാണ്ട് 7 കിലോമീറ്ററോളമാണ് ഇവർ താമസിക്കുന്ന ഈ ഹോട്ടലിലേക്കുള്ളത്. റോഡിന്റെ 2 സൈഡിലും ഈ ക്രിക്കറ്റ് താരങ്ങളെ വരവേൽക്കുന്നതിനായി ഈ കനത്ത മഴയും അവഗണിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുള്ളത്. വീരോചിതമായ ഒരു വരവേൽപ്പ് തന്നെയാണ് ക്രിക്കറ്റ് താരങ്ങൾക്ക് ഇന്ത്യയുടെ യശസ് വാനോളം എന്തായാലും ബാലു അവിടെ തന്നെ തുടരുക, നമ്മളും ഇവിടെ തന്നെ തുടരുന്നുണ്ട്. നമുക്ക് ചെറിയൊരു ഇടവേള എടുക്കാനുണ്ട്, എന്നിട്ട് വീണ്ടും ഇതിന്റെ ആവേശത്തിന്റെ ആ അലയൊലികൾക്ക് നമുക്ക് വീണ്ടും തിരിച്ചെത്താം.